നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കാലം മുന്നോട്ടു പോകുമ്പോൾ മനസ്സ് പിന്നോട്ടു പോകാൻ കൊതിക്കും. കണ്ടു കിട്ടുമെന്നുറപ്പില്ലാതെ പിറകിൽ എവിടെയോ നഷ്ടമായ നമ്മളെ തേടിയുള്ള യാത്ര. തിരഞ്ഞു മടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോധ്യമുണ്ട്, ആഗ്രഹിച്ചത് പലതും കൈവിട്ടു പോയിരിക്കുന്നു എന്ന്. തിരിച്ചു പിടിക്കുവാൻ ധൈര്യമില്ലാതെ നിസ്സഹായമായി നിൽക്കുന്ന നിമിഷം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടമായിരിക്കുന്നു എന്ന തോന്നൽ. മുഖ്യമന്ത്രിയും നടനുമായ വിജയിയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും ഭാരതി രാജ എന്ന സംവിധായകന്റെ ദുരിതപൂർണമായ അവസാന നിമിഷങ്ങളും രേണു സുധിയുടെ ഇപ്പോഴത്തെ അവസ്ഥയുമാകട്ടെ ഈ എപ്പിസോഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയ് തന്റെ വിവാഹമോചന കേസ് കോടതിയിൽ നിലനിൽക്കെ ഭാര്യ സംഗീതയുമായി വീണ്ടും ഒന്നിക്കുന്നു എന്ന ചൂടേറിയ വാർത്ത എങ്ങും ചർച്ച ചെയ്യപ്പെടുകയാണ്. ചർച്ചയ്ക്ക് ശക്തിയും ആക്കവും കൂടിയപ്പോഴാണ് നടി തൃഷ കഴുത്തിലൊരു താലിയുമായി പ്രത്യക്ഷപ്പെടുന്നത്. സംഗീത കോടതിയിൽ വിവാഹമോചനത്തിനായി കേസ് ഫയൽ ചെയ്തപ്പോൾ അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് വിജയ്ക്ക് മറ്റൊരു നടിയുമായി ബന്ധമുണ്ട് എന്നതായിരുന്നു. അത് തൃഷയാണെന്നുള്ള നിഗമനത്തിലാണ് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. പല പൊതുവേദികളിലും ആഘോഷങ്ങളിലും ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് എത്താറുള്ളത്. ഈ അടുത്ത സമയത്ത് നടൻ അജിത്തിന്റെ അമ്മ മരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നാണ് അവിടെയും എത്തിയത്. ഇപ്പോൾ തമിഴ് മീഡിയയിലൊക്കെ വിജയിയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പുതിയ കഥകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയിയുടെ മകൻ സഞ്ജയ് അപ്പാക്കിട്ട ഫോൺ ചെയ്ത് അമ്മയുമായി പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞതായി ചിലരൊക്കെ പറയുന്നു. വിജയിയുടെ അമ്മയ്ക്ക് സംഗീതയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത്. അവർ തന്റെ മരുമകളെ കുറിച്ച് വാഴ്ത്തിപ്പറയുന്ന പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ലഭ്യമാണ്. വിജയിയുടെ അമ്മയ്ക്ക് ജ്യോത്സ്യത്തിൽ വലിയ വിശ്വാസമാണെന്നും ഡൽഹിയിലുള്ള ഒരു ഉന്നത ജ്യോത്സ്യന്റെ നിർദ്ദേശപ്രകാരം അമ്മ ഇടപെട്ട് വിജയും സംഗീതയും തമ്മിൽ സംസാരിക്കാനുള്ള അവസരമൊരുക്കിയെന്നും പറയപ്പെടുന്നു. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും അവർ തമ്മിലുള്ള പിണക്കത്തിന്റെ മഞ്ഞുരുകി എന്നുമൊക്കെയാണ് വെളിയിൽ വരുന്ന വാർത്തകൾ. ഇതൊക്കെ തമിഴ് ചാനലുകളും യൂട്യൂബേഴ്സും പുറത്തുവിടുന്ന വാർത്തകളാണ്. ഔദ്യോഗികമായ യാതൊരു സ്ഥിരീകരണവും ഈ വാർത്തയ്ക്ക് കിട്ടിയിട്ടുമില്ല. ഇതുകൂടാതെ സംഗീത വിവാഹമോചന കേസ് പിൻവലിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ വിജയിയുടെ മകൻ സഞ്ജയ്ക്ക് 26 വയസ്സും മകൾ ദിവ്യയ്ക്ക് 21 വയസ്സും പ്രായമുണ്ട്. വിജയിയുടെ ഭാര്യ സംഗീത മക്കളുമൊത്ത് ലണ്ടനിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവർ ഒന്നാകുന്നുവെങ്കിൽ അവരുടെ കുടുംബത്തോടൊപ്പം തമിഴ് ജനതയ്ക്കും മറ്റെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. സംഗീത വിജയ് ഒത്തുചേരലിന്റെ വാർത്തയ്ക്കൊപ്പം തൃഷയുടെ കഴുത്തിലെ താലിയും ചർച്ചാ വിഷയമായി. എന്നാൽ അത് താലിയായിരുന്നില്ല, താലി പോലെ തോന്നുന്ന ഒരു ലോക്കറ്റ് ആയിരുന്നു എന്നും അതൊരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ധരിച്ചതായിരുന്നു എന്നും ആരാധകർ പറയുന്നു. കുടുംബ വിഷയം എന്തൊക്കെ തന്നെയായാലും വിജയിയുടെ രാഷ്ട്രീയ ഭാവിയെ അതൊന്നും ബാധിച്ചിട്ടില്ല, ഇനി ബാധിക്കുകയുമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് വിജയ്. അതിനുള്ള കാരണം മാതൃകാപരമായ ഒരു ഭരണമാണ് വിജയ് അവിടെ കാഴ്ചവെക്കുന്നത്. ഇനി തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റൊരു വാർത്ത ഇതിഹാസ സംവിധായകനായ ഭാരതി രാജയുടെ മരണവും തുടർന്ന് അദ്ദേഹത്തിന്റെ സ്വത്തിന് വേണ്ടിയുള്ള കുടുംബകലഹവുമാണ്. ഏതാണ്ട് 500 കോടിയോളം രൂപയുടെ സ്വത്തുള്ള ഭാരതി രാജ താൻ ജീവിച്ചിരുന്നപ്പോൾ അതിന്റെ അവകാശികളായ മക്കൾക്കും ചെറുമക്കൾക്കുമായി അത് ഭാഗം ചെയ്ത് കരാറുണ്ടാക്കിയിരുന്നില്ല. അദ്ദേഹം അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. അപ്പോഴേക്കും അസുഖബാധിതനായി കിടപ്പിലായി. ആ കിടപ്പിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം മരിക്കുമ്പോൾ പ്രായം 84 ആയിരുന്നു. മലയാളത്തിൽ മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ ഗുരുവായ സ്റ്റണ്ട് മാസ്റ്ററുടെ റോൾ ഭാരതി രാജയായിരുന്നു അഭിനയിച്ചിരുന്നത്. തമിഴിൽ അദ്ദേഹം മണ്ണിന്റെ മണമുള്ള ഗ്രാമീണ പ്രണയ കഥകൾ അവതരിപ്പിച്ച് തമിഴ് സിനിമയ്ക്ക് പുതിയൊരു മുഖച്ഛായ നൽകിയ വ്യക്തിയായിരുന്നു. രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. 6 ദേശീയ അവാർഡുകളും 6 സംസ്ഥാന അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. അദ്ദേഹം തമിഴ് സിനിമയ്ക്ക് സംഭാവന നൽകിയ നടിമാരാണ് രാധിക ശരത് കുമാർ, രാധ, രേവതി, സുകന്യ, രഞ്ജിത, രേഖ തുടങ്ങിയവർ. അദ്ദേഹം കൈപിടിച്ചു കൊണ്ടുവന്ന നടന്മാരാണ് കാർത്തിക്, പാണ്ഡ്യൻ, ചന്ദ്രശേഖർ, നെപ്പോളിയൻ, ജനകരാജ് തുടങ്ങിയവർ. ഇവരെല്ലാം തന്നെ പ്രശസ്തിയുടെ പടവുകൾ കയറിയവരുമാണ്. ശ്രീദേവിയും
കമലഹാസനും രജനീകാന്തും ഒന്നിച്ചഭിനയിച്ച അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമാണ് 16 വയതിനിലെ എന്ന തമിഴ് സിനിമ. ആ ചിത്രം തമിഴ് സിനിമയ്ക്ക് തന്നെ പുതിയൊരു വഴിത്തിരിവായി മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ മനോജ് നടനും സംവിധായകനുമൊക്കെയായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മനോജ് 48ാമത്തെ വയസ്സിൽ പൊലിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. മകന്റെ വേർപാട് ഭാരതി രാജയെ ആകെ തളർത്തിയിരുന്നു. മനോജ് വിവാഹം കഴിച്ചിരുന്നത് മലയാളിയായ കോഴിക്കോടുകാരി നന്ദനയായിരുന്നു. അവർക്ക് 2 പെൺമക്കളാണുള്ളത്. തന്റെ സ്വത്തുക്കളുടെ നേർപകുതി അച്ഛൻ നഷ്ടപ്പെട്ട തന്റെ മകന്റെ മക്കൾക്ക് നൽകണമെന്ന ആഗ്രഹം അദ്ദേഹം പലരുമായി പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു മകൾ കൂടിയുണ്ട്. അവർ മലേഷ്യയിൽ സെറ്റിൽഡ് ആണ്. ഭാരതി രാജയുടെ ഭാര്യയാകട്ടെ തേനിയിലുമാണ് താമസം. അവസാന നാളുകളിൽ അവശനായി കിടപ്പിലായ ഭാരതി രാജയെ നോക്കുവാനായി ഇവരാരും ഉണ്ടായിരുന്നില്ല. ഒരു ജോലിക്കാരന്റെ പരിചരണത്തിൽ ഉറക്കമില്ലാതെയും ഭക്ഷണം കഴിക്കാതെയുമൊക്കെ അതീവ ദുഃഖിതനായി ഒരു അനാഥനെ പോലെയാണ് കടന്നുപോയതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കേട്ടറിഞ്ഞ സംഗീത സംവിധായകൻ ഗംഗെ അമരൻ മരണ ദിവസം ആ വീട്ടിൽ വന്ന് ബഹളം വെച്ചതും വഴക്കുണ്ടാക്കിയതും വലിയ വാർത്തയായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ അവസാന സമയം ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതിരുന്ന ഭാര്യയും മക്കളും ചെറുമക്കളും എല്ലാം ചേർന്ന് സ്വത്തിന്റെ പേരിൽ അടിയും വഴക്കും ബഹളവുമൊക്കെയായി അത് വലിയ വാർത്തയുമായി. നടി രാധിക ശരത് കുമാർ ഇടപെട്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലിക ശമനമുണ്ടാക്കിയതെന്നും പറയപ്പെടുന്നു. പണമെല്ലാം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന പണത്തിന്റെ കാര്യത്തിൽ ഒരു പിശുക്കനായിരുന്നു അദ്ദേഹം. ഇങ്ങനെയൊക്കെ കോടികൾ സമ്പാദിച്ചു കൂട്ടിവെച്ചിട്ടും അവസാന നാളുകളിൽ ഉറ്റവരും ഉടയവരും ഇല്ലാതെ കടന്നു പോകേണ്ടി വന്ന അവസ്ഥ ദുഃഖകരമാണ്. മറ്റൊരു ദുഃഖകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ നിരാലംബയായ ഒരു പാവം സെലിബ്രിറ്റിയുടെ സങ്കടകരമായ അവസ്ഥയിൽ മലയാളികളായ നാമൊക്കെ വലിയ വേദനയിലാണ്. ബിഗ് ബോസ് താരവും ബ്ലോഗറുമായ രേണു സുധി തന്നെ ബാധിച്ചിരിക്കുന്ന അസുഖത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിൽ മനസാക്ഷി മരവിക്കാത്തവരുടെയൊക്കെ ഉള്ളുലയ്ക്കുന്നതായിരുന്നു. അവരെ ബാധിച്ചിരിക്കുന്ന ബ്രസ്റ്റ് ക്യാൻസർ എന്ന മഹാമാരി 3ാം സ്റ്റേജും പിന്നിട്ട് ശ്വാസകോശത്തിലേക്കും ഹൃദയഭാഗത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അവരുടെ ആ ദയനീയാവസ്ഥ അവർ വിവരിച്ചപ്പോൾ അറിയാതെ കണ്ണുകൾ ഈറനണിഞ്ഞുപോയി. ജീവിതത്തോട് അടങ്ങാത്ത അഭിനിവേശമുള്ള ഒരു പെൺകുട്ടിയാണ് രേണു. എന്നാൽ ഇന്ന് ഈ ലോകത്തിനു മുന്നിൽ അവർ മാനസികമായി ആകെ തകർന്നിരിക്കുന്നു. നീ വാശിയോടും വീറോടും കരുപ്പിടിപ്പിച്ച നിന്റെ ജീവിതം മനഃശക്തി കൊണ്ട് തിരിച്ചു പിടിക്കുവാൻ ശ്രമിക്കുക. മുൻപ് രേണുവിന്റെ ചില പ്രവൃത്തികളോട് നമ്മളിൽ പലരും പല വിയോജിപ്പുകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ മറന്ന് ഇപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ജീവിതം കൊതിച്ച് പല വേഷങ്ങളും കെട്ടിയാടിയ ആ പാവം പെൺകുട്ടിയെ വിധി ഇപ്രകാരം തോൽപ്പിക്കേണ്ടിയിരുന്നില്ല. തന്റെ അച്ഛന്റെ സ്നേഹലാളനകൾ ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിക്കാതെ പോയ രേണുവിന്റെ ആ കൊച്ചു കുഞ്ഞിന് അമ്മ കൂടി നഷ്ടപ്പെടാതിരിക്കട്ടെ. കഠിനമായ ചികിത്സയിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയിൽ രേണുവിന് അതിനുള്ള ആരോഗ്യവും മനക്കരുത്തും സർവശക്തൻ നൽകട്ടെ. അവരുടെ ആയുർ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.